കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. നന്നായി ഓൺലൈനിലുള്ളവരും പ്രത്യേകം ഈ സമയത്ത് ജാഗ്രതയോടെ നിൽക്കുക, സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുക, ദൈവസ്നേഹത്തോടെ നിൽക്കുക. എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എന്നെ തള്ളിക്കളയെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദുരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയില്ലെന്ന് പ്രാർത്ഥിക്കുക. എന്നോട് കണ്ണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ വിശുദ്ധമായ തിരുമുറിവാടുന്ന വലത് കരം, ആണിപ്പഴുതാടുന്ന അത്ഭുത കരം, കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിൽ ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ, ഈ നിന്റെ ആണിപ്പഴുതാടുന്ന അത്ഭുത കരം അവിടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ സ്വന്തം ബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അവിടെ മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അവിടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, അവരെ കരള്, കിഡ്നി, ആസ്മ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ബ്രെയിൻ്റെ ക്യാൻസർ, ബ്രെയിൻ്റെ ട്യൂമർ, PCOD രോഗങ്ങൾ, കർത്താവെ, എല്ലാ രോഗങ്ങളും, കരൾ രോഗങ്ങൾ കർത്താവെ, പാൻക്രിയാസ് രോഗങ്ങൾ കർത്താവെ, നടുവലിൻ്റെ വേദനകൾ കർത്താവെ, അങ്ങേറ്റെടുക്കണ പ്രാർത്ഥിക്കുന്നു. വെള്ള നിറമുള്ള പാണ്ട് രോഗങ്ങൾ കർത്താവെ, തിരുവത്തത കഴുകണമേ കർത്താവെ. അസ്ഥി ക്ഷയിക്കുന്ന അസുഖങ്ങൾ കർത്താവെ, എല്ലാ തരത്തിലുള്ള മുഴകൾ വരുന്ന രോഗങ്ങൾ കർത്താവെ സ്പർശിക്കണമേ കർത്താവെ. തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിലൈറ്റിസ് രോഗങ്ങൾ സ്പർശിക്കണേ കർത്താവെ. കണ്ണിന് കാഴ്ച മങ്ങുന്നവർ, ചെവിക്ക് കേൾവി മങ്ങുന്നവരെ സ്പർശിക്കണേ കർത്താവെ. ദൈവത്തിൻ്റെ കരുണ സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പടര പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നാമത്തെ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര നിന്നെ വീണ്ടെടുത്തവനേ, വീണ്ടെടുത്തു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം ശക്തിയാലല്ല, കൈയുടെ വെളുത്താലല്ല, നിന്റെ എന്നെ നടത്തിയത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനാണ്. ഓരോ ദിവസം കഴിയും തോറും നീ സുവിശേഷത്തിൻ്റെ വലിയ ബൃഹത്തായ ദൈവസ്നേഹത്തിൻ്റെ വക്താവാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം.